ഇത്തവണത്തെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കും. നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ടാവും അല്ലേ? ഇങ്ങനെയൊക്കെ ആവാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് രാത്രിയൊക്കെ പഠിച്ചത്? ഒരു കാര്യം ഉണ്ടായില്ല. എക്സാം ഹാളിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നേ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണല്ലേ? പക്ഷെ ഇത്തവണ നിങ്ങൾ ആരും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. കാരണം നമ്മുടെ മൊത്തം പാറ്റേൺ മാറിയത് നമ്മൾ ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാവരും റിയലൈസ് ചെയ്ത കാര്യമാണ്. അപ്പം നിങ്ങൾ ഇനി ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ തോറ്റത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ മാർക്ക് പോയത് എന്നല്ല. പകരം നിങ്ങൾ ആലോചിക്കുക എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്, എവിടെയാണ് ഞാൻ ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. ഗെയിം മൊത്തത്തിൽ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ഒബ്വിയസ്ലി നമ്മളത് മാറ്റണം. എത്ര നല്ല പ്ലെയേഴ്സ് ആണെങ്കിൽ പോലും ഗെയിം മാറിക്കഴിഞ്ഞാൽ റൂൾസ് അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതേപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ഒരു മാറ്റത്തിനെ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കാം. ഇനി ഈ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ എത്രത്തോളം മെമ്മറൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം കാണാതെ പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതല്ല ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഒരു മിക്സഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഇനി വരുന്ന എക്സാമിന് നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസോട് കൂടിയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ആ രീതിയിൽ നിങ്ങൾ ഇപ്പോഴേ മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക.